ഇപ്പൊ മറ്റേ അവരൊരു വീഡിയോ വിട്ടില്ലേ വെൻ ലെജൻഡ് സ്റ്റില്, അതൊക്കെ അപ്പോഴേ എടുത്തു വെച്ചാണ്. അല്ലാണ്ട് അത് ഷൂട്ടിന്റെ സമയത്ത് തന്നെ എടുത്തു വെച്ചാണ്. ഹിറ്റ് ആവും അറിയായിരുന്നു. അങ്ങനെ 300 കോടി അടിച്ച് ഹിറ്റ് ആവും. നമ്മൾ ഒരു ഫാമിലിയുടെ കൂടെ ഒരു പരിപാടി ചെയ്ത പോലെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഡൊമിനിക്കായിട്ടും നിമിഷായിട്ടും വർക്ക് ചെയ്യുന്നതും. ലോകയില് തന്നെ ആദ്യം വരുന്നത് നെസ്ലിനും കല്യാണിയും കൂടെ നിൽക്കുന്ന ഒരു സ്റ്റില് മാത്രമേ ഉള്ളൂ. അതിലാണ് കംപ്ലീറ്റ് ആളുകൾ തിയേറ്ററിലേക്ക് കയറുന്നത്. പക്ഷെ അതിനുശേഷം നിങ്ങൾ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്ന് റിവീൽ ചെയ്യാണ്. അതിനുശേഷം 200 കോടി വരുന്നു, ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു, പല രീതിയിൽ പോസ്റ്റേഴ്സ് കൊണ്ട് ആളുകളെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു മൂഡ് തന്നെയായിരുന്നു, ഒരു സീസൺ തന്നെയായിരുന്നു ലോക എന്ന് പറയാം. ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ലോക ആൻഡ് ആഫ്റ്റർ അതിന്റെ ഒരു സക്സസ്? നിമിഷേട്ടൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ കരിയറിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് ഗംഭീര സിനിമകൾ തന്നിട്ടുള്ള, വീണ്ടും എനിക്കൊരു മെന്ററിനെ പോലെ. ഞാൻ മറ്റു പടങ്ങളുടെ പോസ്റ്റർ ചെയ്യുമ്പോഴും നിമിഷേട്ടൻ അയച്ചു കൊടുക്കും ഇടയ്ക്ക്, ചേട്ടാ ഇത് വർക്കാണോ എന്നൊക്കെ ചോദിക്കും. കുറെ നാൾ നമ്മൾ ഒരു പോസ്റ്റർ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജഡ്ജ്മെന്റ് പോകും. അപ്പൊ ഫ്രഷ് ആയിട്ട് ഞാൻ എപ്പോഴും ചോദിക്കുന്ന നിമിഷേട്ടനോടാണ്. സോ ഹീൽ ഗിവ് എസ് ട്രൂ സജഷൻസ്. മോശമാണെങ്കിൽ ഇടയ്ക്ക് വേറെ പോസ്റ്ററൊക്കെ ഇറക്കി കഴിയുമ്പോൾ വിളിച്ചിട്ട് പറയും ഈ എന്ത് പോറാണെന്നൊക്കെ പറയും. സോ എനിക്ക് നിമിഷേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഒരു ഇൻസ്പയറിങ് സിറ്റുവേഷൻ ആണ്. സോ ഒരു ഫാമിലിയുടെ കൂടെ ഒരു പരിപാടി ചെയ്ത പോലെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഡൊമിനിക്കായിട്ടും നിമിഷായിട്ടും വർക്ക് ചെയ്യുന്നതും. പിന്നെ അതിന്റെ ഫോട്ടോഷൂട്ടും ഇതേപോലെ തന്നെ നമ്മളെല്ലാം ഒരു ദിവസം അതിന് ടെസ്റ്റ് ഷൂട്ട് എടുത്തു നമ്മൾ, അത് കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ട് എടുത്തു. സോ അപ്പം ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സ്. നിമിഷേട്ടൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ പഠിപ്പിച്ചു തരും. ഇപ്പം ലൈറ്റിംഗ് പരമായിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, സെറ്റിങ്ങിന് ഇങ്ങനെ നോക്ക്, 3D ഇങ്ങനെ ചെയ്ത് നോക്ക് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ലിമിറ്റ്സ് പുഷ് ചെയ്യും. നമ്മൾ സാധാ സാധനം ചെയ്യാൻ സമ്മതിക്കില്ല, അതുകൊണ്ടാണ് അത്രയും നല്ല സാധനങ്ങൾ വന്നേക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ആണ്, നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യ്, എന്നിട്ട് നമുക്കത് പിടിക്കാം എന്നൊക്കെ പറയുന്ന പോലെ. സോ ഫുൾ സപ്പോർട്ട്. ഇപ്പോൾ വേഫറർ ടീം തന്നെ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. സോ ഇറ്റ് വാസ് ഫൺ. അതിനുശേഷം ചാർലിയുടെ വരുന്നു, എല്ലാ ചാത്തൻ്റെത് വരുന്നു, ഇവരുടെ ഒക്കെ. അപ്പൊ നേരത്തെ നിങ്ങൾ റെഡി ആയിരുന്നു, ലൈക്ക് ഇത്ര സമയം കഴിയുമ്പോൾ നമ്മൾ ഇത് ഇറക്കുന്നു എന്നുള്ളത് പ്രിപ്പയർഡ് ആയിരുന്നു? ആക്ച്വലി ദ ടീം ഹാഡ് എ ഗ്രേറ്റ് പ്ലാൻ. അപ്പൊ അവർക്കൊരു മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടായിരുന്നു, എപ്പോൾ എന്തൊക്കെ കണ്ടന്റ് ഇടണം, അവരെല്ലാം പ്രീവിയസ്ലി ഷൂട്ട് ചെയ്ത് വെച്ചു. നമ്മളിപ്പോ ഫോട്ടോഷൂട്ട് എടുത്തതുപോലെ തന്നെ ഇപ്പൊ മറ്റേ അവരൊരു വീഡിയോ വിട്ടില്ലേ വെൻ ലെജൻഡ് സ്റ്റില്, അതൊക്കെ അപ്പോഴേ എടുത്തു വെച്ചാണ്. അല്ലാണ്ട് അത് ഷൂട്ടിന്റെ സമയത്ത് തന്നെ എടുത്തു വെച്ചാണ്. അപ്പം ആ സമയത്ത് തന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു തീർത്തു. അപ്പം ഷൂട്ട് തുടങ്ങുന്നതിന് 1 മാസം മുന്നേക്ക് നമ്മൾ ഫോട്ടോഷൂട്ട് പ്ലാനൊക്കെ ലോക്ക് ആക്കിയിട്ടാണ് ഷൂട്ട് അവർ സ്റ്റാർട്ട് ചെയ്തത്. സോ എല്ലാം ഫ്രീ ആയിട്ട് ചെയ്തിട്ട് ഓരോന്നോരോന്ന് കറക്റ്റ് കാൽക്കുലേറ്റഡ് ടൈമിനെ ഇറക്കി ഒരു ഫില്ല് ചെയ്യണം. അപ്പം അതിൽ പറഞ്ഞ അതാണ് ഭയങ്കര വിഷണറി ആൾക്കാർ വരുമ്പോൾ നിമിഷേട്ടനും ഡൊമിനിക്കേട്ടനും അതിന്റെ എല്ലാവരും ഇടാം. സോ യു ആർ റെഡി വിത്ത് ദാറ്റ് ഇൻഡസ്ട്രി ഹിറ്റ് പോസ്റ്റർ? അത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഹിറ്റ് ആവും എന്നറിയായിരുന്നു. അങ്ങനെ 300 കോടി അടിച്ച് ഹിറ്റ് ആവും നമ്മൾ. പിന്നെ അതിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിലൊരു സ്പ്രെഡ് കണ്ടപ്പോൾ ഞാനും പടത്തിന്റെ ഒരു കുറച്ച് ബിറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ മറ്റേ കുട്ടി ഫൈറ്റ് ചെയ്യുന്ന സീനൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര രോമാഞ്ചൊക്കെ അടിച്ചായിരുന്നു. ഹിറ്റാണെന്ന് അറിയാം, ഇൻഡസ്ട്രി ഹിറ്റ് പോസ്റ്റർ ചെയ്യേണ്ടി വരും നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ സന്തോഷം അങ്ങനെയൊക്കെ കിട്ടുന്നത് ഭാഗ്യമാണ്.